അതെ, ഇനി കേരളത്തിൽ വീടി കാലമാണ്. തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം ഈ പ്രവർത്തകരുടെ അണികളുടെ ആഹ്ലാദ പ്രകടനം നടക്കും. നമ്മളിപ്പോൾ കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ ജനാഭിലാഷം എന്ന കണക്കെ വി.ഡി. സതീശിന് വേണ്ടി മുറവിളി വിളിച്ച, മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ ആ പ്രഖ്യാപനം വന്നതിന് ശേഷം അവരുടെ ആഗ്രഹം പൂവണിഞ്ഞ, സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ എങ്ങും ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. എറണാകുളം DCCയിൽ നിന്നുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ. പ്രവർത്തകർ അണികളൊക്കെ നൃത്തം വയ്ക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. വി.ഡി. സതീശന്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം. അവിടെ എറണാകുളം DCCയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആഹ്ലാദ പ്രകടനത്തിന്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലേക്ക് ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ പാമ്പാടിയിൽ, കോട്ടയത്ത് നമ്മൾ കണ്ടു. അതുപോലെ തൃശ്ശൂരിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരവരുടെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയാണ്, നൃത്തം വെച്ചുമൊക്കെ. അതെ അനുജ, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് DCCയുടെ നേരിട്ട് വലിയ രീതിയിലുള്ള പ്രകടനം നടക്കുന്നു, ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. അവർ പരസ്പരം ആശ്ലേഷിച്ചു. ഒപ്പം തന്നെ നൃത്ത ചുവടുകളുമായാണ് ഈ ആഘോഷവേള വളരെ മനോഹരമാക്കുന്നത് എന്നുള്ളത് തന്നെ പറയാം. ഇത് എറണാകുളം DCCയുടെ തൊട്ടു മുൻപിലാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും അധികം വി.ഡി. സതീശനായി ഒരു മുറവിളി ഉയർന്നതും എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു തർക്കങ്ങളുടെ ഒക്കെ ഒരു തുടക്കം, അതിനങ്ങനെ ഒരു ആഗ്രഹം ആദ്യം പറഞ്ഞതും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ പൂത്തിരി കത്തിച്ച് അങ്ങനെ വലിയ ആഘോഷങ്ങളിലേക്ക് പടക്കം പൊട്ടിച്ച് നൃത്ത ചുവടുകളുമായും ആഘോഷിക്കുന്ന ഓരോ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് DCCയുടെ മുൻവശത്ത് വെച്ചാണ് ഇത്ര വലിയ ആഘോഷം നടക്കുന്നത്. രാവിലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ആഹ്ലാദ പ്രകടനം DCCക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. പറവൂർ മണ്ഡലം, അതായത് വി.ഡി. സതീശൻ ഏകദേശം 1/4 നൂറ്റാണ്ടായി ജനപ്രതിനിധിയായി വാഴുന്ന പറവൂർ മണ്ഡലത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അത് ഒരു വലിയ പ്രകടനമായി തന്നെ DCCയുടെ മുൻപിലേക്ക്, വലിയ ആഘോഷമായി തന്നെ നമ്മളിതായി പൂത്തിരിയൊക്കെ കത്തിച്ച് വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ആ ഒരു കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച അത് പരിധിക്കപ്പുറം പോയ ഒരു ഘട്ടത്തിൽ വലിയ നിരാശയിലായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നത്. അവരത് മറച്ചു വയ്ക്കുകയും ചെയ്തിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. അവർ വീണ്ടും ആഹ്ലാദത്തിന്റെ അല്ലെങ്കിൽ ആ വിജയത്തിന്റെ മധുരം നുണയുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി നിശ്ചയിച്ചതിന് ശേഷം ആ ഒരു സന്തോഷവേളയിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും അവർ പ്രതീക്ഷിച്ചത് വി.ഡി. സതീശനാകണമെന്നുള്ളതായിരുന്നു. അത് പല ഘട്ടങ്ങളിലായി തുറന്നു പറഞ്ഞിരുന്നു. ഇന്നലെ വി.ഡി. സതീശന്റെ മുൻവശത്ത് നമ്മൾ അത്രത്തോളം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെയൊക്കെ സംബന്ധിച്ച് ഒരു ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിൽ അത്രയേറെ പ്രവർത്തകർ വന്ന് ഒരു ആശങ്കയൊക്കെ പങ്കുവച്ചിരുന്നു. അതിന് വിരാമമാവുകയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഓരോ പ്രവർത്തകരെയും ഇവിടെ നമുക്ക് കാണാം. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകര്, അനുജ, ഈ വലിയ മഴ എറണാകുളത്ത് പെയ്യുന്നതിന് വേണ്ടി മൂടിക്കെട്ടി നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെ ഓരോ പ്രവർത്തകർ വന്നിരിക്കുന്നു. അതാ, യെസ്, ജാഥ ആരംഭിക്കാൻ പോവുകയാണ്. അനുജ, വലിയ ആഘോഷമാണ്. ഞങ്ങളത് മുൻകൂട്ടി കണ്ടതാണ്. കേരളത്തിന്റെ ആഘോഷമാണ്, ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്, സന്തോഷത്തിന്റെ ആഘോഷമാണ്, നിലനിൽപ്പിന്റെ ആഘോഷമാണ്. വി.ഡി. കേരളത്തിന് മുഖ്യമന്ത്രിയായി നമ്മുടെ എല്ലാ ജീവിതവും സ്വസ്ഥമാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ആ 100 വിശ്വാസത്തിൽ ഇന്ന് വി.ഡിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കേരള ജനങ്ങൾക്കും ഇല്ല, ഒരു ആശങ്കയില്ല. ഞങ്ങളൊക്കെ വീടിക്കൊപ്പം തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായില്ല, ഒരിക്കലും ഇല്ല. ഉറപ്പായിരുന്നു, ഞങ്ങൾക്ക് വീഡിയോ വരുമെന്ന് ഉറപ്പായിരുന്നു. ഞങ്ങൾക്ക് നല്ല നിർബന്ധം, നല്ല ആഗ്രഹവും ഉണ്ടായി. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു വരുമെന്ന്. ഇനി മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യം എടുക്കുന്ന ഒരു തീരുമാനം എന്തായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം?
PSC നിയമനം കഴിഞ്ഞ 10 വർഷം നടത്തിയ PSCയുടെ നിയമനമെല്ലാം പുനഃപരിശോധിക്കണം. അതാണ് ഞങ്ങളുടെ ആദ്യമായിട്ടുള്ളത്. പിന്നെ അതുപോലെ ബ്ലാക്ക്ബോർഡ് പിൻവാതിൽ നിയമനങ്ങളെല്ലാം സ്റ്റോപ്പാക്കണം. പിന്നെ 10 വർഷം കൊണ്ട് ഇവർ ചെയ്തിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും പുനരന്വേഷണം വേണം. അതിന് തർക്കമായ ശിക്ഷ നൽകണം. അവരെ ജയിലടിക്കുള്ളിൽ കുഴട്ടുന്ന സന്തോഷമാണ് ചെയ്തിരിക്കണം. 10 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ഈ ഞങ്ങളുടെ VD പൊന്നോമന ഉണ്ണി മാറ്റിത്തരും. പൊന്നോമന ഉണ്ണിയാണ്. പൊന്നോമന ഉണ്ണിയാണ് VD സതീശൻ. പൊന്നോമന ഉണ്ണി. ഇനി എന്ത് വേണമെന്ന്, ഇനി ഏറ്റവും പ്രധാനമായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം? ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട. ഞങ്ങൾക്ക് ഈ പിണറായി വിജയനെ തുളച്ചാൽ മതി. യെസ്, അപ്പോൾ അനുജ, ഈ രീതിക്ക് അവർ വലിയ ആഘോഷത്തിലേക്ക് പൊന്നുണ്ണി എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശനെ അവർ അഭിസംബോധന തന്നെ ചെയ്യുന്നത്. അത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ജാഥ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് നഗരം ചുറ്റിയുള്ള ഒരു പ്രദക്ഷിണം ആ രീതിക്കാണ് അതായത് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. മുഖ്യമന്ത്രി പോരിന് തുടക്കമിട്ട ചർച്ച ഷിയാസിന്റെ ഒരു പ്രസ്താവനയായിരുന്നു. അതിന് പിന്നാലെ എറണാകുളത്ത് നിന്നുള്ളയാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പ്രസ്താവന, പറഞ്ഞത്. അതിനെതിരെ MP രാഘവൻ അടക്കം പ്രതികരിച്ച് നമ്മൾ കേട്ടത് പറയാൻ ഷിയാസ് ആരാണെന്ന ചോദ്യം ഉന്നയിച്ചു. അതിന് അങ്ങോട്ടാണ് പരസ്യമായ പ്രതികരണങ്ങളും ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം VD സതീശൻ മുഖ്യമന്ത്രി അതിന് പിന്നാലെ ആഘോഷങ്ങളുണ്ട്. നമ്മൾ കോഴിക്കോടേക്കാണ്. കാസർഗോഡ് DCC, കോഴിക്കോട് DCCയിലൊക്കെ ആഘോഷം നടക്കുകയാണ്. എറണാകുളം DCCയിലെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.